എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതല്ലേ അല്ലേ, 9 ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പൊ ഈ 9 ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അല്ലേ. നമുക്കറിയാം, ഏത് സംഖ്യയായാലും അത് എന്താണ്, അത് 9ന്റെ മൾട്ടിപ്പിളും അതുപോലെ തന്നെ അതിന്റെ ഈ അക്കങ്ങളുടെ ഡിജിറ്റുകളുടെ സമ്മ് അല്ല, തുക കൂട്ടിയതുമാണ് അല്ലെ. അങ്ങനെ നമ്മൾ എഴുതാൻ പഠിച്ചല്ലോ. ഇപ്പൊ ഏത് സംഖ്യ എടുത്താലും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ 25 എഴുതി, 25 അല്ലെ. 25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 25 നമ്മൾ എങ്ങനെയാണ് 9ന്റെ ഗുണിതായിട്ട് എഴുതാം. 9 ഇൻറ്റു, ഓർമ്മയില്ലേ, 9 ഇൻറ്റു ഇവിടെ എത്രയാണുള്ളത് 2 അല്ലെ. അപ്പൊ 9 ഇൻറ്റു 2 പ്ലസ് പിന്നെ എന്ത് ചെയ്യും, ഇപ്പൊ തമ്മിൽ കൂട്ടും അല്ലെ, 2ഉം 5ഉം 7. അപ്പൊ നമുക്ക് ഏത് സംഖ്യ ആയാലും അതിനെ 9ന്റെ ഗുണിതവും അല്ലെ, 9ന്റെ മൾട്ടിപ്പിളും പിന്നെ അക്കങ്ങളുടെ തുക കൂട്ടി അല്ലെ, അതേ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതാണ് നമ്മുടെ സംഖ്യ അല്ലെ 25. 25ൽ നിന്ന് ഈ അക്കങ്ങളുടെ സമ്മ്, അക്കങ്ങളുടെ തുക എത്രയാണ്, 7 അല്ലെ. 5ഉം 2ഉം 7. ഇപ്പൊ 25ൽ നിന്ന് ഞാൻ 7നെ കുറയ്ക്കുന്നു. മനസ്സിലായില്ലേ? 25ൽ നിന്ന് 7 കുറച്ചു കഴിഞ്ഞാൽ 18 കിട്ടി അല്ലെ. ഈ 18 ഒന്ന് നോക്കിയേ, 18ഉം എന്ത് തന്നെയാണ്, 18 എന്ന് പറഞ്ഞാലും 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ, 9ന്റെ ഗുണിതമാണ്. അതായത് 9 ഇൻറ്റു 2 18. അപ്പൊ ഇതുപോലെ നമ്മൾ ഏത് സംഖ്യ എടുത്താലും ആ സംഖ്യയിൽ നിന്ന് അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും, എപ്പോഴും 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, 9ന്റെ ഒരു ഗുണിതമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 18 കിട്ടി, 9 ഇൻറ്റു 3 18. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ സംഖ്യ നോക്കാം. 78 ഞാൻ എടുത്തു. ഓക്കെ, അപ്പൊ 78ൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഈ അക്കങ്ങളുടെ തുക കുറയ്ക്കണം അല്ലെ. അപ്പൊ 7ഉം 8ഉം എത്രയാണ്, കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 15 കിട്ടി. അപ്പൊ 78ൽ നിന്ന് ഞാൻ 15 മൈനസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 3 6 63 കിട്ടി അല്ലെ. ഈ 63 എന്ന് പറഞ്ഞ എന്താണ്, 9ന്റെ ഗുണിതമാണ് അല്ലെ. 9ന്റെ ടേബിൾ 63 ഇല്ലേ, 63 ഉണ്ട് അല്ലെ. അതായത് 9 ഇൻറ്റു 7 അല്ലെ, 9 ഇൻറ്റു 7 63. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 9 ഇൻറ്റു 2 കണ്ട, 9 ഇൻറ്റു 2 18. ഇവിടെ നോക്കിയേ, ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾ, ഇവിടെയും കിട്ടിയത് നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ് അല്ലെ. നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു സംഖ്യ എടുത്ത് നോക്കാം. അപ്പൊ 52 എടുത്തു, 52 ഞാൻ എടുത്തു. 52 നോക്കിയാൽ ഇതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് 5ഉം 2ഉം 7 അല്ലെ. അപ്പൊ ഞാൻ 7 മൈനസ് ചെയ്യുന്നു, 52ൽ നിന്ന് ഞാൻ 7 കുറയ്ക്കുന്നു. അപ്പൊ എത്ര കിട്ടി, ഈ 45 അല്ലെ, 45 കിട്ടി. ഈ 45 എന്ന് പറഞ്ഞ എന്താണ്, ഇതും 9ന്റെ ഒരു ഗുണിതം തന്നെയാണ് അല്ലെ. 9 ഇൻറ്റു 5 45. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഏത് സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുക, എപ്പോഴും കിട്ടുന്നത് 9ന്റെ ഗുണിതമായിരിക്കും. ഇനി നമുക്ക് അക്കങ്ങളുടെ തുക തുല്യമായ 2 സംഖ്യകൾ ഞാൻ എഴുതാൻ പോകുന്നു. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് 51 പറഞ്ഞൊരു സംഖ്യ എഴുതി. ഇവിടെ അക്കങ്ങളുടെ തുക എത്രയാണ്, 5ഉം 1ഉം 6 അല്ലെ. 5ഉം 1ഉം 6 അക്കങ്ങളുടെ തുക. ഇനി ഞാൻ നോക്കിയേ, അപ്പൊ 6 കിട്ടുന്ന വേറെ ഒരു സംഖ്യ കൂടി എഴുതാൻ പോകുന്നു. ഇപ്പൊ 6 കിട്ടുന്ന വേറെ സംഖ്യ തന്നെ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 24 അല്ലെ. 24 എന്ന് പറഞ്ഞാലും 4ഉം 2ഉം 6 അല്ലെ. അപ്പൊ ഇതിന്റെ തുക 6 കിട്ടി, ഇതിന്റെ സമ്മ് നമുക്ക് 6 കിട്ടി അല്ലെ. അപ്പൊ അക്കങ്ങളുടെ തുക ഒരേ തുകയായ 2 സംഖ്യകളാണ് ഇപ്പൊ ഞാൻ എഴുതിയത്. നമുക്ക് ഇവയുടെ വ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കാം. ബെൽഡിൽ നിന്ന് ചേർത്തൊന്ന് കുറച്ച് നോക്കിയാൽ 51ൽ നിന്ന് ഞാൻ 24 കുറയ്ക്കുന്നു അല്ലെ. അപ്പൊ എനിക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയേ, 7 അല്ലെ. ഒന്ന് കടം വാങ്ങി, അപ്പൊ നമുക്ക് 11ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 7 കിട്ടി. ബാക്കി ഇവിടെ 4ൽ നിന്ന് 2 പോയാൽ 2, 27 കിട്ടി അല്ലെ. ഈ 27 എന്ന് പറഞ്ഞ എന്താണ്, ഇത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ. ഇവിടെ നോക്കിയേ, 9 ഇൻറ്റു 3 27 അല്ലെ. അപ്പോ അക്കങ്ങളുടെ തുക തുല്യമായി കഴിഞ്ഞാൽ കണ്ട, അക്കങ്ങളുടെ തുക തുല്യമായി കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം എപ്പോഴും എത്രയായിരിക്കും, അത് 9ന്റെ ഒരു ഗുണിതമായിരിക്കും, 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി നമുക്ക് നോക്കിയാൽ വേറെ സംഖ്യ എഴുതി 73 അല്ലെ. അപ്പൊ നോക്കിയാൽ അക്കങ്ങളുടെ തുക തുല്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 7 3 10. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ തിരിച്ചിട്ടാലും മതിയില്ലേ. തിരിച്ചിടുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 37 കിട്ടും അല്ലെ. 37. അപ്പൊ 73നെ ഞാൻ തിരിച്ചിട്ടു, അപ്പൊ 37 കിട്ടി. ഇവിടെയും 7 3 10, ഇവിടെ 7 3 10 അല്ലെ. അപ്പൊ അക്കങ്ങളുടെ തുക തുല്യമായ 2 സംഖ്യകൾ. ഇനി നമുക്ക് ഇതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാം. 73ൽ നിന്ന് 37 കുറയ്ക്കുന്നു. അപ്പൊ എത്ര കിട്ടും, ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ 1 കടപ്പാങ്ങല്ലേ. 13ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 6. അപ്പൊ ഇവിടെ 6 ആയി അല്ലെ. 6ൽ നിന്ന് 3 കുറച്ചാൽ 3. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി, 36 കിട്ടി. 36 എന്ന് പറഞ്ഞാൽ എന്താണ്, 9ന്റെ ഗുണിതാണ് അല്ലെ. 9 ഇൻറ്റു 4 36 കണ്ട.
അപ്പൊ ഇതും ഒരു 9ന്റെ ഗുണിതം. ഇനി നോക്കുകയാണെങ്കിൽ വേറെ സംഖ്യ വേണമെന്ന് നോക്കാം. 71. അപ്പൊ ഞാൻ തിരിച്ചിട്ടപ്പോൾ 17 അല്ലെ. 17 നോക്കി, അക്കങ്ങളുടെ തുക തുല്യമല്ലേ. 7ഉം 1ഉം 8, ഇവിടെ 1ഉം 7ഉം 8 അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് ഇത് ഞാൻ കുറച്ച് നോക്കുകയാണ്. എത്ര കിട്ടും നമുക്ക്? 11ൽ നിന്ന് 11 അല്ലെ. 1 കടം വാങ്ങി 11ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 4. അപ്പൊ ഇവിടെ 6ആയി. 6ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 5 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 54 കിട്ടി. 54 പറഞ്ഞാൽ എത്രയാണ്? അതും 9ന്റെ ഗുണിതാണ് അല്ലെ. 9 × 6 54. അതായത് രണ്ട് സംഖ്യകളുടെ അക്കങ്ങളുടെ തുക തുല്യമാണെങ്കിൽ, കണ്ട, രണ്ട് സംഖ്യകൾ അവയുടെ അക്കങ്ങളുടെ തുക തുല്യല്ലേ, അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴെന്തായിരിക്കും? അത് 9ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കിയാൽ എപ്പോഴും ഇങ്ങനെ നമുക്ക് 9ന്റെ ഗുണിതമാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്കൊരു പണിയാം, ഇത് തന്നെ എടുക്കാം. അപ്പൊ 51 24 അല്ലെ. ഈ രണ്ട് സംഖ്യ തന്നെ ആദ്യം എടുക്കണം. അപ്പൊ നമുക്കറിയാം നോക്കിയാൽ 51 നമ്മൾ എങ്ങനെ എഴുതാം? 9ന്റെ ഗുണിതമായിട്ട് 9 × 5 അല്ലെ. 9 × 5 പ്ലസ് സം അല്ലെ. 5ഉം 1ഉം 6. ഇനി 24 നമ്മൾ എങ്ങനെ എഴുതും? 24 എങ്ങനെ എഴുതാം? 9 × 24 അല്ലെ, 2 അല്ലേ. അപ്പൊ 9 × 2 പ്ലസ് 2ഉം 4ഉം 6 അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. ഇനി നോക്കിയേ, 51ൽ നിന്ന് 24 എനിക്ക് കുറയ്ക്കണം അല്ലെ. അപ്പൊ അതിന് പകരം ഞാൻ ഇതിൽ നിന്ന്, ഇതാണ് 51 എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ഇത് കുറച്ചാൽ പോരെ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതിന് പകരം എനിക്ക് ഇതിൽ നിന്ന് ഇത് കുറച്ചാലും മതിയില്ലേ? മതി അല്ലെ. അപ്പൊ അതായത് നോക്കിയാൽ 51ൽ നിന്ന് 24 കുറയ്ക്കാന്ന് പറഞ്ഞാല് എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം അല്ലെ. ഇവിടെ 6, ഇവിടെ 6. അപ്പൊ 6ൽ നിന്ന് 6 കുറച്ചാൽ 0 അല്ലെ. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 0 ആയിപ്പോയി. ഇനി ബാക്കി നോക്കിയാൽ ഇവിടെ 9 × 5, ഇവിടെ 9 × 2. അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ 5 9 ഉണ്ട്, ഇവിടെ 2 9 ഉണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ 5 9 ഉണ്ട്, ഇവിടെ 2 9 ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറച്ച് എത്ര വരും? 5 9ൽ നിന്ന് 2 9 കുറച്ച് എത്ര കിട്ടാം? ബാക്കി 3 9 ഉണ്ട് അല്ലെ. അപ്പൊ 3 9, 9 × 3. മനസ്സിലായില്ലേ? ഇവിടെ 5 9 ഉണ്ട്. ഇപ്പൊ നമ്മളിൽ 5 മിഠായി, അതിൽ നിന്ന് നമ്മൾ 2 മിഠായി കുറച്ച് എത്ര കിട്ടും? 3 മിഠായി കിട്ടും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ 5 9 ഉണ്ട്, ഇവിടെ 2 9 ഉണ്ട്. അപ്പൊ 5 9ൽ നിന്ന് 2 9 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലെ. 5ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പൊ 3 9 കിട്ടി. അപ്പൊ 9 × 3. അപ്പൊ നോക്കിയേ, ഇവർ തമ്മിലുള്ള വ്യത്യാസം അല്ലെ, ഈ 51ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എത്ര കിട്ടി? 9ന്റെ ഗുണിതം. 9 × 3 കേട്ടാ, 9ന്റെ ഗുണിതമായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ 3 എവിടെ നിന്ന് കിട്ടി നമുക്ക്? 3 എന്ന് പറഞ്ഞാല് ഈ 9ന്റെ ഗുണിതങ്ങൾ അല്ലെ, ഇവിടെ വ്യത്യാസം നമുക്ക് കിട്ടിയത് കേട്ടാ. ഇവിടെ 5 9, ഇവിടെ 2 9. അപ്പൊ നമുക്ക് 3 9 കിട്ടി അല്ലെ. അപ്പൊ 9 × 3. അപ്പൊ നമ്മൾ പറഞ്ഞു അക്കങ്ങളുടെ തുക തുല്യമായ ഏത് രണ്ട് സംഖ്യയുടെയും വ്യത്യാസം എന്തായിരിക്കും? 9ന്റെ ഗുണിതമാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ 9ന്റെ ഗുണിതം പറഞ്ഞ ആ ഗുണിതം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ രണ്ട് സംഖ്യകളുടെയും 9ന്റെ ഗുണിതങ്ങളുടെ വ്യത്യാസം കേട്ടാ. 9ന്റെ ഗുണിതങ്ങളാണ് ഇത് അല്ലെ. 9ന്റെ മൾട്ടിപ്പിൾസ് ഇവിടെ 5 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും എപ്പോഴും നമുക്ക് കിട്ടുക. അപ്പൊ 9 × 3. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സംഖ്യ ചെയ്ത് നോക്കാം. ഇപ്പൊ 70 നമ്മൾ നേരത്തെ ചെയ്തത് അല്ലെ. 71ഉം 17. അപ്പൊ 71 നമുക്ക് എങ്ങനെ എഴുതാം? 71 നമുക്ക് എഴുതാം 9 × 7 അല്ലെ. 9 × 7 പ്ലസ് 7ഉം 1ഉം 8. ഓക്കെ. ഇനി 17 എങ്ങനെ എഴുതാം? 17 നമുക്ക് 9 × 1 പ്ലസ് 1ഉം 7ഉം 8 അല്ലെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പോണു. അതായത് 71ൽ നിന്ന് ഞാൻ 17നെ കുറയ്ക്കണം. എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ ഇവിടെ 8 ആണ്, ഇവിടെ 8 ആണ്. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോയി. ബാക്കി നോക്കിയാൽ ഇവിടെ എത്ര? 7 9 ഉണ്ട്, ഇവിടെ 1 9 ഉള്ളു അല്ലെ. അപ്പൊ ഇവിടെ 7 9 1 9. അപ്പൊ 7 9ൽ നിന്ന് 1 9 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര 9 ഉണ്ട്? 6 9. കണ്ട, 6 9. അപ്പൊ നമുക്ക് 9 × 6. അപ്പൊ ഈ 71ഉം 17ഉം തമ്മിൽ വ്യത്യാസം എത്രയാണ്? 9 × 6 അല്ലെ. 9 × 6 എന്ന് പറഞ്ഞാൽ 54 അല്ലെ. അപ്പൊ 54 എന്ന് പറഞ്ഞാല് നമുക്കറിയാം എന്ത്? 9ന്റെ ഒരു ഗുണിതമാണ് അല്ലെ. അപ്പൊ നമുക്ക് 6 എവിടെ നിന്നാ കിട്ടിയെന്ന് നോക്കിയാൽ, 6 എന്ന് പറഞ്ഞാല് ഈ രണ്ട് സംഖ്യകളുടെയും 9ന്റെ ഗുണിതങ്ങൾ അല്ലെ. 9ന്റെ ഗുണിതങ്ങൾ ഇവ തമ്മിലുള്ള വ്യത്യാസം. 7ൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് 6 കിട്ടി. ഇവിടെ 5ൽ നിന്ന് 3 കുറച്ചപ്പോൾ 3 കിട്ടി. കണ്ട. അപ്പൊ നമുക്ക് എന്ത് പറയാം? അക്കങ്ങൾ തുല്യമായ ഏത് രണ്ട് സംഖ്യകളുടെയും വ്യത്യാസം എന്തായിരിക്കും? ഈ 9ന്റെ ഗുണിതങ്ങളുടെ വ്യത്യാസമായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 157 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അല്ലെ, ദി ഡിഫറൻസ് ഓഫ് എനി നമ്പർ ആൻഡ് ദി നമ്പർ ഗോട്ട് ബൈ റീഅറേഞ്ചിങ് ഇറ്റ്സ് ഡിജിറ്റ്സ് in any manner is a multiple of 9. Why? ഇതാണ് ചോദ്യം.
അതായത് ഏത് സംഖ്യയും അതിലെ അക്കങ്ങളുടെ നമ്മൾ ഈ ഓർഡർ മാറ്റി എഴുതാം അല്ലെ. അപ്പൊ അക്കങ്ങൾ ഇങ്ങനെ ഓർഡർ മാറ്റി എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയും ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴെന്തായിരിക്കും? അത് ഒരു 9ന്റെ ഗുണിതമായിരിക്കും അല്ലെ. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ കാര്യം എന്തുകൊണ്ടാണ് അത് 9ന്റെ ഗുണിതമാകുന്നത് അല്ലെ. അപ്പൊ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഒരു സംഖ്യ ഞാൻ എഴുതി 71 എഴുതി അല്ലെ. അതിന് ഞാൻ അക്കങ്ങളുടെ ക്രമം മാറ്റിയത് ഇപ്പൊ 1 ആദ്യം എഴുതി പിന്നെ 7 എഴുതി. ഇനി ഇവ തമ്മിൽ വ്യത്യാസം 71ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കണം അല്ലെ. അപ്പൊ ആദ്യം 71 ഒരു സംഖ്യ ഞാൻ എഴുതി, അതിന് ഞാൻ ക്രമം മാറ്റി എഴുതി, അതായത് 1 ആദ്യം എഴുതി പിന്നെ രണ്ടാമത് 7 എഴുതി. ഇനി ഇവ തമ്മിൽ വ്യത്യാസം നോക്കി 71ൽ നിന്ന് 17 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമ്മൾ 1 കടം വാങ്ങിയല്ലേ, 11ൽ നിന്ന് 7 കുറച്ച 4, അപ്പൊ ഇവിടെ ബാക്കി 6ആയി. 6ൽ നിന്ന് 1 കുറച്ചാൽ 5, 54 കിട്ടി. അപ്പൊ 54 എന്ന് പറയുന്നത് നമുക്കറിയാം 9 × 4 അല്ലെ. 9 × 6 9 × 6 ആണ് 54. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ സംഖ്യ നോക്കിയാൽ 96 എഴുതി, തിരിച്ചിട്ട് കഴിഞ്ഞാൽ 69 അല്ലെ. ഇനി ഇതിൽ ഇത് കുറച്ച് നോക്കിയാൽ എത്ര കിട്ടും? 16ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ 7 അല്ലെ. 7 കിട്ടി. ഇവിടെ 8ആയി. 8ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 2, അപ്പൊ 27 കിട്ടി. 27 9ന്റെ ഗുണിതാണ് അല്ലെ. അതായത് 9 × 3 ആണ് 27. ശരിയാണല്ലോ. ഓക്കെ. അപ്പൊ ഇത് 2 9ന്റെ ഗുണിതം അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഒരു 3 ഡിജിറ്റ് 3 അക്ക സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 241 ഇട്ടു. തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? 142 അല്ലെ. ഓക്കെ. ഇനി ഇത് കുറച്ച് നോക്കിയാൽ നമുക്ക് 11ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 9 അല്ലെ. അപ്പൊ ഇവിടെ 3ആയി അല്ലെ. ഇവിടെ 3ആയി, ഇവിടെ 1ആയ 13. 13ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 9 അല്ലെ. ബാക്കി ഇവിടെ 1ൽ നിന്ന് 1 കുറച്ചാൽ 0. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 99 എന്ന് കിട്ടി. 99 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 × 11 അല്ലെ. 9 × 10 എന്ന് പറഞ്ഞാൽ 90. 9 × 11 എന്ന് പറഞ്ഞാൽ 99. അപ്പൊ ഇത് നോക്കിയാൽ അപ്പൊ എങ്ങനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാലും അതിൽ നിന്ന് 1ൽ നിന്ന് വലുതിൽ നിന്ന് എന്നിട്ട് ചെറുത് കുറച്ച് എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 9ന്റെ ഗുണിതം തന്നെയാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ കാരണം? നമുക്കറിയാം ഏത് സംഖ്യ ആയാലും അത് 9ന്റെ മൾട്ടിപ്പിളും പിന്നെന്താണ് അക്കങ്ങളുടെ തുക കൂട്ടിയതുമാണ് അല്ലെ. അപ്പൊ ഈ അക്കങ്ങൾ മാറ്റി എഴുതുന്നത് കൊണ്ട് അതിന്റെ സം അല്ലെ, അതിന്റെ തുക മാറുന്നുണ്ടോ? തുക മാറുന്നില്ല അല്ലെ. അതുകൊണ്ടാണ് ഇതൊക്കെ എന്തായി മാറുന്നത്? 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എനി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആഡഡ് ടു ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് ദി നമ്പർ. റീഅറേഞ്ചിങ് ദി ഡിജിറ്റ്സ് ഡസ് നോട്ട് ചേഞ്ച് ദി സം ഓഫ് ഡിജിറ്റ്സ്. അപ്പൊ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതണം? ഏത് സംഖ്യയും 9ന്റെ ഒരു ഗുണിതവും സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും കൂട്ടിയതാണ്. അക്കങ്ങൾ മാറ്റി എഴുതുന്നതുകൊണ്ട് അക്കങ്ങളുടെ തുക മാറുന്നില്ല. അപ്പൊ അങ്ങനെ എഴുതി വെക്കുക. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. The difference of any 3-digit number and the number written in reverse is a multiple of 99. Why? അതായത് ഏത് മൂന്നക്ക സംഖ്യയും പിന്നെ അതിന്റെ അക്കങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ചെഴുതുക അല്ലെ. തിരിച്ചെഴുതാം. അപ്പൊ ആ കിട്ടിയ സംഖ്യ അപ്പൊ അവ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴായിരിക്കും? 99ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 99ന്റെ ഗുണിതമായിരിക്കും. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഒരു മൂന്നക്ക സംഖ്യ ഇപ്പൊ ഞാൻ 201 എഴുതി. ഇനി അതിന് ഞാൻ മാറ്റി എഴുതാൻ പോകണം അല്ലെ, തിരിച്ചിടാൻ പോകണം. അപ്പൊ നമുക്ക് 1 ആദ്യം എഴുതി 0 2 102 എഴുതി. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ എത്രയായിരിക്കും? അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഇത് കുറച്ച് നോക്കിയാൽ 11ൽ നിന്ന് 2 കുറച്ച് എത്ര വരും? 9. അപ്പൊ ഇവിടെ എത്ര? ഇവിടെ 19 ആയി അല്ലെ. ഇവിടെ 19 ആയി. അപ്പൊ 9ൽ നിന്ന് 0 പോയി കഴിഞ്ഞാൽ 9 അല്ലെ. ഇനി 1ൽ നിന്ന് 1 പോയാൽ 0. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 99 കിട്ടി. ഇനി നമുക്ക് നോക്കിയാൽ വേറെ സംഖ്യ എഴുതാം. 361 തിരിച്ചിട്ടാൽ എത്ര വരും? 163 അല്ലെ. തിരിച്ചിട്ടു. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ 11ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ എത്ര വരും? 8 അല്ലെ. 8. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 6 അല്ലെ. ഇവിടെ 5ആയി മാറി. അപ്പൊ 15ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 9. ഇവിടെ 2ആയി. 2ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 1. ഇനി നമുക്ക് നോക്കിയാൽ വേറെ സംഖ്യ എടുത്ത് നോക്കാം. 451 തിരിച്ചിടുമ്പോൾ എത്ര വരും? 154 അല്ലെ. ഇനി ഇവ തമ്മിൽ വ്യത്യാസം എത്ര വരും? 11ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ അല്ലെ. 11ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 7. ഇവിടെ 4ആയി അല്ലെ. അപ്പൊ 14ആയി. 14ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 9. ഇവിടെ 3ആയി. 3ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 2. അപ്പൊ 297 കിട്ടി. ഇവിടെ നോക്കി ആദ്യം നമുക്ക് 99 അല്ലെ. ആദ്യം നമ്മൾ നോക്കിയപ്പോൾ 99 കിട്ടി അല്ലെ. 99 എന്ന് പറഞ്ഞാൽ 1 × 99 × 1 അല്ലെ. അപ്പൊ 99ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ മൂന്നക്ക സംഖ്യ തിരിച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ 91ന്റെ മൾട്ടിപ്പിൾ. ഇനി ഇവിടെ നോക്കിയാൽ 198 നമുക്ക് കിട്ടിയത് അല്ലെ. 198 എന്ന് പറഞ്ഞാൽ എന്താണ്? 99 × 2 അല്ലെ. 99 × 2 ആണ് 198.
അപ്പോൾ ഇവിടെയും 99ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതുപോലെ ഏത് സംഖ്യ മൂന്നൊക്കെ സംഖ്യ എടുത്താലും ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 297 അല്ലേ, 297 എന്ന് പറഞ്ഞാൽ 99 ഇൻറ്റു 3 297. അപ്പോൾ നമ്മൾ ഏത് മൂന്നക്ക സംഖ്യയും നമ്മൾ തിരിച്ചിട്ടിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്തെന്നെ കിട്ടുക, 99ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിനെന്താണ് റീസൺ അല്ലേ? അപ്പോൾ റീസൺ നമ്മൾ എന്ത് ചെയ്താൽ മതി, തൽക്കാലം നമ്മൾ നേരത്തെ എഴുതിയില്ലേ, ആ ചോദ്യത്തിന് എഴുതിയ അതേ റീസൺ തന്നെ തൽക്കാലം നമ്മൾ ഇതിനും എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തൽക്കാലം നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിന് എഴുതിയ അതേ ഉത്തരം തന്നെ എഴുതി വെച്ചാൽ മതി. അതിൽ തന്നെ വേറെ ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി നമ്പർ ബൈ വിച്ച് 99 ഈസ് മൾട്ടിപ്ലൈഡ് ആൻഡ് ദി ഡിജിറ്റ്സ് ഓഫ് ദി ഒറിജിനൽ നമ്പർ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഇതിൽ ഈ 99നെ ഗുണിച്ച സംഖ്യ അല്ലെ, 99നെ ഗുണിച്ച സംഖ്യയും നമ്മുടെ ആദ്യത്തെ സംഖ്യ അല്ലേ, ആദ്യത്തെ നമ്മുടെ മൂന്നക്ക സംഖ്യകൾ, ആ സംഖ്യ, അപ്പൊ അതിലെ അക്കങ്ങളും ഡിജിറ്റുകളും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ കേസ് നോക്കിയാൽ ഇവിടെ നമ്മൾ 99 നമുക്ക് 1 കൊണ്ട് ഗുണിച്ചു അല്ലെ, 1 കൊണ്ടാണ് നമ്മൾ ഗുണിച്ചത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാണ്, 201 അല്ലെ, 201. ഇവിടെ നമ്മൾ 99നെ ഗുണിച്ചത് 1 കൊണ്ട് അല്ലെ. അപ്പൊ ഇവ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവ തമ്മിലുള്ള ബന്ധം കാണുന്നതിന് മുമ്പ് ആദ്യം നോക്കാം, ഇനി അടുത്ത സംഖ്യ എഴുതി നോക്കാം. ഓക്കെ, ഇവിടെ 361 അല്ലെ. ഇവിടെ നമ്മൾ 9നെ ഗുണിച്ചത് 99നെ ഗുണിച്ചത് എത്ര കൊണ്ട്, 2 കൊണ്ട് അല്ലെ. ഇവിടെ നമ്മൾ 451. ഇവിടെ 99നെ ഗുണിച്ച് ഇൻറ്റു 3 എന്നാണ് കിട്ടിയത് അല്ലെ, 3. അപ്പൊ ഇവർ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് 1 കിട്ടി എങ്ങനെ നോക്കിയാൽ, ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് 2 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലെ. അപ്പൊ 2ൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് 1 കിട്ടി, കണ്ട. അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, നമുക്ക് അത് തന്നെയാണ് ഇതൊന്നൊന്ന് നോക്കാം അല്ലെ. ഇത് മാത്രം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഉത്തരം പറയാൻ പാടില്ല. അടുത്ത് നോക്കിയാൽ ഇവിടെ 3, ഇവിടെ 1. 3ൽ നിന്ന് 2 കുറച്ചപ്പോൾ 3ൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് 2 കിട്ടി. ഇവിടെ 4ൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പൊ എപ്പോഴും ഇങ്ങനെ കിട്ടുമ്പോൾ ഈ 9ന്റെ ഗുണിച്ച സംഖ്യ ഏതായിരിക്കും, നമ്മളെ ഫസ്റ്റ് ഡിജിറ്റിൽ നിന്ന് ലാസ്റ്റ് ഡിജിറ്റ് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കും ഈ 9ന്റെ ഗുണിതമായിട്ട് വരിക. മനസ്സിലായില്ലേ? അപ്പൊ 2ൽ നിന്ന് 1 കുറച്ചു, അപ്പൊ കണ്ട 1. 3ൽ നിന്ന് 1 കുറച്ചു 2, അപ്പൊ 99 ഇൻറ്റു 2. 4ൽ നിന്ന് 1 കുറച്ചു, അപ്പൊ എന്ത് തോന്നുന്നു, 99 ഇൻറ്റു 3. അപ്പൊ നമുക്ക് 99നെ ഗുണിച്ച സംഖ്യ അല്ലെ. അപ്പൊ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 99, അതായത് 99നെ ഗുണിച്ച സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ആദ്യത്തെ ഡിജിറ്റിൽ നിന്ന് അല്ലെ, ആദ്യത്തെ അക്കത്തിൽ നിന്ന് ഈ അവസാനത്തെ അക്കം കുറക്കാം അല്ലെ. അതല്ലെങ്കിൽ നോക്കിയാൽ ഇതാണ് വലുതെന്ന് വിചാരിക്കുക, ഇതാണ് വലുതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. മനസ്സിലായില്ലേ? അതായത് ഈ ആദ്യത്തെ അക്കവും അവസാനത്തെ അക്കവും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് വലുതാണെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, അല്ല ഇതാണ് വലുതെന്ന് വിചാരിക്കുക, അപ്പൊ ഇതാണ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നോക്കിയാൽ ഉദാഹരണത്തിന് ഇപ്പൊ 268 വിചാരിക്കുക. 268 നമ്മുടെ ആദ്യത്തെ സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഈ 99നെ ഗുണിക്കുന്ന സംഖ്യ ഏതായിരിക്കും, ഇവിടെ 2ൽ നിന്ന് 8 കുറയ്ക്കല്ലേ വേണ്ടത്, 8 വേണ്ട, ഇതാണല്ലേ വലുത്. അപ്പൊ ഇതിൽ നിന്ന് 8ൽ നിന്ന് 2നെ കുറയ്ക്കാം. അപ്പൊ 8 മൈനസ് 2 6. അപ്പൊ ഇവിടെ 99നെ ഗുണിക്കുന്ന സംഖ്യ ഏതായിരിക്കും, 6 അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ അക്കവും അവസാനത്തെ അക്കവും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ്. അതായത് ആദ്യത്തെ അക്കവും അവസാനത്തെ അക്കവും തമ്മിൽ വ്യത്യാസമായിരിക്കും ഈ 99നെ ഗുണിച്ച സംഖ്യ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഡിജിറ്റ്സ് ഓഫ് ദി നമ്പർ ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് 99 ബൈ എ സിംഗിൾ ഡിജിറ്റ് നമ്പർ. അതായത് നമ്മൾ 99നെ ഏതെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ്, അതായത് ഒറ്റക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഉണ്ടായിരിക്കും അല്ലെ. ആ ഉത്തരത്തിലെ അക്കങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നോക്കി നമുക്ക് വേഗം ഒരു ഉദാഹരണം ചെയ്ത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നോക്കി ഞാൻ 99 ഞാൻ സിംഗിൾ ഡിജിറ്റ് ഗുണിക്കാൻ പോകും. ഇപ്പൊ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു വിചാരിക്കുക. അപ്പൊ 99നെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടും, 198 കിട്ടി അല്ലെ. 198 നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഈ 198 ഉത്തരം കിട്ടി. ഇതിലെ അക്കങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, 2 × 3 ഗുണിച്ചു നോക്കാം. 99 × 3 നമുക്ക് എത്ര കിട്ടും ഗുണിച്ചു കഴിഞ്ഞാൽ, 9 × 3 27 അല്ലെ. ബാക്കി 2, 9 × 3 27, 2 29. അപ്പൊ നമുക്ക് 297 കിട്ടി. ഇനി വേണമെങ്കിൽ രണ്ടെണ്ണം ചെയ്ത് നോക്കാം. 99നെ ഞാൻ 4 കൊണ്ട് ഗുണിച്ചു
അപ്പോൾ എത്ര കിട്ടും? 9 × 4 36 അല്ലേ, ബാക്കി 3. 9 × 4 36, 3 39 എന്ന് കിട്ടി. അപ്പോൾ 396 എന്ന് കിട്ടി. ഇനി ഒരെണ്ണം കൂടി ചെയ്യാം. 99 × 5. അപ്പോൾ 9 × 5 45, അപ്പം 5 ബാക്കി 4. 9 × 5 45, 4 49. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ചെയ്തിട്ടല്ലേ. ഇനി ഇതിലെ ഈ ഉത്തരങ്ങൾ കിട്ടിയല്ലേ, ഇതിലെ അക്കങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം, എന്താണ് അവർ തമ്മിലൊരു ബന്ധം, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ ഈ നടുവിലെ സംഖ്യ എപ്പോഴും നോക്കിയാൽ നടുവിലെ സംഖ്യ 9 തന്നെ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇനി നോക്കിയാൽ ഇവിടെ നോക്കിയാൽ 1 കൂടി വരുന്നു, ഇവിടെ 1 കുറഞ്ഞു വരുന്നു. അപ്പൊ നമുക്ക് പൊതുവിൽ എങ്ങനെ എഴുതാം? നടുവിലെ അക്കം അല്ലെ, നടുവിലെ ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? 9 തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ മിഡിൽ ഡിജിറ്റ് അതായത് നടുവിലെ അക്കം എപ്പോഴും എത്രയാണ്? 9 അല്ല, അതിൽ വ്യത്യാസമില്ല. ഇനി ഇവിടെ നോക്കി നമ്മൾ 1 കൂടി വരുന്നു എന്ന് പറഞ്ഞല്ലേ, അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നോക്കിയാൽ ഇവിടെ 1, 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 2, 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 3, 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 4 അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിക്കുന്നത്? അതിൽ നിന്ന് 1 കുറച്ചിട്ടാൽ മതി ഇവിടെ അല്ലേ. അതായത് ആദ്യത്തെ ഡിജിറ്റ്, ഫസ്റ്റ് ഡിജിറ്റ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ ഇപ്പൊ n എന്ന് വിചാരിക്കുക, n. അപ്പൊ അത് 3, 4, 5 എത്ര ആയിരിക്കട്ടെ. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 1 കുറച്ചിട്ടാൽ മതി. മനസ്സിലായ? ഇപ്പൊ ഇവിടെ 5 ആയപ്പോ ഇവിടെ 4 കണ്ട, ഇവിടെ 4 ആയപ്പോ 3. അതായത് ഈ സംഖ്യ ഏതുകൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നത്? അതിൽ നിന്ന് 1 കുറച്ചിടാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് കിട്ടി. ഇനി ലാസ്റ്റ് ഡിജിറ്റോ? അവസാനത്തെ അക്കം, ലാസ്റ്റ് ഡിജിറ്റ്. നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഇവിടെ നോക്കിയാൽ 9 നിന്ന് 2 കുറച്ചു അല്ലെ. ഈ നടുവിലെ 9 നിന്ന് ഫസ്റ്റ് ഡിജിറ്റ് കുറച്ചു, അപ്പൊ 7 കിട്ടി. 9 നിന്ന് 3 കുറച്ചു 6, 9 നിന്ന് 4 കുറച്ചു 5, 9 നിന്ന് 1 കുറച്ചു 8 അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 9 നിന്ന് എന്ത് കുറച്ചാൽ മതി? 9 നിന്ന് ഫസ്റ്റ് ഡിജിറ്റ്, ആദ്യത്തെ അക്കം അല്ലെ. അപ്പൊ 9 നിന്ന് ആദ്യത്തെ അക്കം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവസാനത്തെ അക്കവും കിട്ടും. അപ്പൊ ഇങ്ങനെ എഴുതിയപ്പോൾ കൺഫ്യൂഷൻ ആയില്ല അല്ലേ. ഇപ്പൊ നോക്കിയാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് 99 × 7 ആണെന്ന് വിചാരിക്കാം. എന്ത് കാര്യം? നമുക്ക് ഗുണിച്ചു നോക്കാൻ നിൽക്കണ്ട. ആ നടുവിൽ എന്ത് എഴുതി? 9 എഴുതി കണ്ട, നടുവിൽ 9 എഴുതി. മിഡിൽ ഡിജിറ്റ് എപ്പോഴും 9, അപ്പൊ 9 എഴുതി. ആദ്യത്തെ ഡിജിറ്റ് എന്തായിരിക്കും? നമ്മൾ 7 കൊണ്ടല്ലേ ഗുണിച്ചത്. അപ്പൊ 7ൽ നിന്ന് 1 കുറയ്ക്കുക. ഇവിടെ 7 കൊണ്ട് ഗുണിച്ചപ്പോൾ കണ്ട, n-ൽ നിന്ന് 1 കുറയ്ക്കുക. അതായത് 7 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ 7ൽ നിന്ന് 1 കുറച്ച 6, അപ്പൊ 6 എഴുതി. ഇനി അടുത്ത എന്ത് എഴുതിയാൽ മതി? 9ൽ നിന്ന് 6 കുറയ്ക്കുക കണ്ട, 9ൽ നിന്ന് ഫസ്റ്റ് ഡിജിറ്റ് 9ൽ നിന്ന് 6 കുറക്കുന്നു. അപ്പൊ എത്ര കിട്ടി? 3 കണ്ട, ഉത്തരം പെട്ടെന്ന് കിട്ടിയില്ലേ. ഇനി ഇവിടെ നോക്കിയാൽ 99 × 9 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? നടുവിൽ എന്തായിരിക്കും? എപ്പോഴും 9 ആയിരിക്കും കേട്ടോ. ഇനി 9 കൊണ്ടൊക്കെ ഗുണിക്കും, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. നടുവിൽ 9 എഴുതി അല്ലെ. ഇനി ഇവിടെ 9 കൊണ്ടല്ലേ ഗുണിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര എഴുതണം? 8 എഴുതാൻ പാടുള്ളൂ അല്ലെ, 1 കുറച്ചിട്ടു. ഇനി ഇവിടെ എന്തായിരിക്കും? 9ൽ നിന്ന് 8 കുറച്ചാൽ 1. ഇനി 99 × 6 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? നടുവിൽ 9 എഴുതി അല്ലെ. ഇനി ഇവിടെ 6 ആണ്, അപ്പോൾ നമ്മൾ 5 എഴുതി. ഇനി 9ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 4. അപ്പൊ നടുവിലെ സംഖ്യ 9 ആയിരിക്കും. ആദ്യത്തെ സംഖ്യ എന്തായിരിക്കും? ഏതുകൊണ്ടാണോ നമ്മൾ ഗുണിക്കുന്നത് അതിൽ നിന്ന് 1 കുറച്ചിട്ട് എഴുതാം അല്ലെ. പിന്നെ അവസാനം എഴുതിയ സംഖ്യ എന്തായിരിക്കും? 9ൽ നിന്ന് ആരെ കുറയ്ക്കണം? ഈ ആദ്യം എഴുതിയ സംഖ്യ ഏതാണോ അത് കുറച്ചിടുക. അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ അക്കവും നമുക്ക് കിട്ടി. ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ 4ാം ചോദ്യം കുറച്ച് നീളം കൂടിയ ചോദ്യമാണ് അല്ലെ. ഒന്ന് വായിച്ചു നോക്കിയാൽ, ടേക്ക് എനി 3-digit നമ്പർ, റൈറ്റ് ഇറ്റ് ഇൻ റിവേഴ്സ് ആൻഡ് ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് ദീസ് 2 നമ്പേഴ്സ്. അപ്പൊ ആദ്യം നമുക്ക് അത് ചെയ്യാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു 3 അക്ക സംഖ്യ എടുക്കുക, അതിന്റെ അക്കങ്ങൾ നമ്മൾ തിരിച്ചെഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? അവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം അല്ലെ. ഒരെണ്ണം എടുക്കുക. അപ്പൊ 512 3 അക്ക സംഖ്യ എടുത്തു, അതിനെ തിരിച്ചെഴുതി. അപ്പൊ 215 അല്ലെ, തിരിച്ചെഴുതി. ഇവ തമ്മിലുള്ള വ്യത്യാസം ആദ്യം കണ്ടുപിടിക്കുന്നു. അതൊക്കെ 12 അല്ലെ. 12ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 7, ഇവിടെ 0 ആയി അല്ലെ. അപ്പൊ ഇവിടെ 10 ആയി. 10ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 9. ഇനി ഇവിടെ എത്രയായി? 4 അല്ലെ. 4ൽ നിന്ന് 2 പോയാൽ 2. അപ്പൊ 297 കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് നമ്പർ ഗോട്ട് ആസ് ഡിഫറൻസ് ഇൻ റിവേഴ്സ് ആൻഡ് ആഡ് ടു ദി ഡിഫറൻസ്. അതായത് ഇപ്പൊ നമുക്ക് ഡിഫറൻസ് കിട്ടി അല്ലെ. അപ്പൊ 297 ഇവിടെ അടിയിൽ എഴുതാം, ഇവിടെ എഴുതാം. 297 നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ റിവേഴ്സിൽ എഴുതാം. അപ്പൊ 297 റിവേഴ്സ് എഴുതുമ്പോൾ എന്ത് വരും? 792 അല്ലെ. തിരിച്ചിട്ടു 792 നമുക്ക് കിട്ടി. എന്നിട്ട് അവ തമ്മിൽ കൂട്ടുക അല്ലെ. ഇവ തമ്മിൽ കൂട്ടുന്നു. അപ്പൊ 7 × 2 9, 9 9 18, ബാക്കി 1, 7 × 2 9 1 10. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1089 നമുക്ക് കിട്ടി.
അപ്പോൾ വാട്ട് നമ്പർ ഡു യു ഗെറ്റ്, നമുക്ക് ഏത് നമ്പറാണ് കിട്ടിയത്, ഇതാണ് നമുക്ക് ഉത്തരം കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ഉത്തരം കിട്ടിയത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡു ദിസ് വിത്ത് അതർ 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഇതേപോലെ വേറെ 2-3 3 ഡിജിറ്റ് നമ്പറും കൂടി ഒന്ന് ചെയ്തു നോക്കാൻ. അപ്പോൾ ഞാൻ നമുക്ക് രണ്ടാമത്തെ സംഖ്യ എടുക്കാം. ഇപ്പോൾ 341 എഴുതി, അതിനെന്ത് ചെയ്യുക, ഓർഡർ മാറ്റിയ റിവേഴ്സ് ഓർഡറിൽ. അപ്പോൾ 143. ഇനി എന്ത് ചെയ്യണം, ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം അല്ലേ. വ്യത്യാസം കണ്ടുപിടിക്കാൻ പോണ്. അപ്പോൾ എത്ര കിട്ടും, ഇവിടെ ഇപ്പോൾ 11 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 8 അല്ലേ, 8 കിട്ടി. ഇനി ഇവിടെ എത്ര, ഇവിടെ 3 ആയി. അപ്പോൾ 13, 13 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 9 അല്ലേ. ഇവിടെ 2, 2 നിന്ന് 1 പോയി കഴിഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് 198 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ്, ഈ 198ന്റെ കൂടെ ഏത് കൂട്ടണം, ഇതിനെ റിവേഴ്സിൽ എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഇവിടെ 198 കിട്ടി, അതിനെന്ത് ചെയ്യണം, അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതാൻ പോകണം അല്ലേ. അപ്പോൾ 891 എഴുതണം. 891 അല്ലെ, തിരിച്ചിട്ടു 891. ഇപ്പം എത്ര കിട്ടും, 8 1 9, 9 9 18, ബാക്കി 1, 8 3 9, 1 10. അപ്പം ഇവിടെയും നമുക്ക് എത്ര എണ്ണം കിട്ടിയത്, 1089 തന്നെയാണ് കിട്ടിയത് അല്ലേ. അപ്പം നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം അല്ലേ. ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. 633 എഴുതി. ഓക്കെ, തിരിച്ചിടുമ്പോൾ എത്ര വരും, 336 കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ 13 നിന്ന് 6 പോയി എത്ര കിട്ടും, 7 അല്ലേ. 7 കിട്ടി. ബാക്കി ഇവിടെ ഇപ്പം എത്രയായി, 2 ആയി. അപ്പോൾ 12, 12 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 9. അപ്പോൾ ഇവിടെ 5 ആയി. 5 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ 297 കിട്ടി. എന്ത് ചെയ്യണം, ഈ 297നെ കൂടെ ഏത് ആഡ് ചെയ്യണം, ഇതിനെ തിരിച്ചിട്ടിട്ട് അല്ലേ. അപ്പോൾ 792 അല്ലെ, 792. 7ഉം 2ഉം 9, 9 9 18 അല്ലെ. ബാക്കി 1, 7ഉം 2ഉം 9ഉം 1ഉം 10. ഇപ്പോഴും നമുക്ക് എത്ര എണ്ണം കിട്ടിയത്, 1059 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്, മൂന്നക്ക സംഖ്യ എടുത്തു അല്ലെ. ഏതെങ്കിലും ഒരു മൂന്നക്ക സംഖ്യ എടുത്തു, അതിലെ അക്കങ്ങൾ തിരിച്ചിട്ടു, എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചു. എന്നിട്ട് ആ കിട്ടിയ ഉത്തരം അതിന്റെ അക്കങ്ങൾ നമ്മൾ തിരിച്ചിട്ടിട്ട് അവ തമ്മിൽ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ എപ്പോഴും നമുക്ക് എത്ര കിട്ടുന്നത്, 1059 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അതിന് വേറെ ചോദ്യങ്ങളുണ്ട്. വേറെ ഏതെങ്കിലും മൂന്നക്ക സംഖ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉത്തരം കിട്ടുമെന്ന് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്ത 3 എണ്ണത്തിൽ നമുക്ക് ഒരേ ഉത്തരം കിട്ടി. ഇനി നമുക്ക് വേറെ സംഖ്യ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ നോക്കിയേ, ഞാൻ 222 എഴുതി. 222 എഴുതി, അതിനെ തിരിച്ചിട്ട് എന്തൊക്കെ എന്ത് വരും, 222 തന്നെയാണ് വരിക അല്ലേ. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടില്ലേ, ആ വ്യത്യാസം കാണുമ്പോൾ എത്ര വരും, നമുക്ക് 0 ആണ് കിട്ടിയത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇവിടെ നടക്കണില്ല അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ വ്യത്യാസം നമുക്ക് 0 കിട്ടി. ഇനി 0 തിരിച്ചിട്ടാലും 0 തന്നെ. അപ്പൊ 0 കൂടി കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എത്ര 0 കിട്ടാം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സംഭവമല്ല നടക്കുന്നത്. എങ്ങനെ എഴുതപ്പോ, 3ഉം ഒരേ സംഖ്യയിൽ തന്നെ എഴുതിയപ്പോ അല്ലെ. അതേസമയം ഇവിടേക്ക് അവസാനത്തെ 2 സംഖ്യ സെയിം ആയപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് 1059 കിട്ടി അല്ലേ. ഇനി നമുക്ക് ഒരു പണി ചെയ്യാം, ഈ അറ്റത്തെ 2 സംഖ്യകൾ സെയിം ആയിട്ടൊന്ന് നോക്കാം. ഇപ്പൊ നോക്കിയാൽ 525 അല്ലേ. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. ഇനി നോക്കിയാൽ അപ്പൊ തിരിച്ചിടുമ്പോൾ എന്ത് വരും, 525 തന്നെ വരും അല്ലേ. ഇപ്പോഴെന്ത് വരും, ഇതേ വിഷയം തന്നെ വരും അല്ലേ. ഇവിടെ വ്യത്യാസം എത്രയായിരിക്കും, 0 അല്ലേ. അപ്പൊ വ്യത്യാസം നമുക്ക് 0 ആണ് കിട്ടുന്നത്. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പരിപാടി നമുക്ക് നടക്കില്ല. ആദ്യത്തെയും അവസാനത്തെയും ഡിജിറ്റ് സെയിം ആണെങ്കിൽ എന്തായിരിക്കില്ല, നമുക്ക് ഈ ഉത്തരം കിട്ടില്ല അല്ലെ. വേറെ ഏത് മൂന്നക്ക സംഖ്യ എടുത്താലും നമുക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എപ്പോഴാണ് നമുക്ക് വേറെ ഉത്തരം കിട്ടുന്നത്, വി ഗെറ്റ് ഡിഫറെന്റ് ആൻസർ വെൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ് ആർ സെയിം. അപ്പൊ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതണം, ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അല്ലെ, ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉത്തരമാണ് ലഭിക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.